തൊടിയിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. കഴിഞ്ഞ വർഷം ഇത് ഞാൻ ഉലുവ മാങ്ങയായിട്ട് ഇട്ടായിരുന്നു. പേരെനിക്കറിയത്തില്ല. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ വെളിയിലൊക്കെ മഴ സീസണിൽ കിട്ടുന്ന മാങ്ങയാണ്. പച്ച കളറിലെ പിന്നെ അത് പഴുക്കും. ഇതുപോലെ ഇരിക്കും മുറിച്ചാൽ. ഇതിൻ്റെ ഇത് നമുക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തനി നാടൻ ഒരു ഇനത്തിൽപ്പെട്ട മാങ്ങയാണിത്. ഇത് നല്ല തൊലി കട്ടിയുള്ള മാങ്ങയാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ്, നാരില്ല. അങ്ങനെ ഇതെല്ലാം എൻ്റെ തൊടിയിലുണ്ടായതാണ്. അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ വർഷം എല്ലാ മാവും പൂത്തു. എൻ്റെ സേലം മാങ്ങ, മൂവാണ്ടൻ മാങ്ങ, പിന്നെ ഈ ഇനത്തിലുള്ള മാങ്ങ, വേറെ ഒരു പരന്ന പച്ചതിന്നി മാങ്ങ, എല്ലാം അങ്ങനെ കുറേ മാവുകൾ പൂത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ കായ്ഫലം കിട്ടി. അപ്പോൾ അത് നിങ്ങളിവിടെ ഷെയർ ചെയ്യാം. കാരണം എല്ലാ വർഷവും ഈ മാങ്ങയൊന്നും നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടില്ല, മാവുണ്ടെങ്കിൽ തന്നെയും. ഇത് നല്ല ഗ്രീൻ മാങ്ങയാണ്. അത് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് അങ്ങ് ഞെങ്ങ് കൊള്ളാൻ സമ്മതിക്കരുത്. കാരണം അപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടായ മാങ്ങകൾ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ഇനം മാങ്ങയാണ്. അതിന് ഞാനിപ്പോൾ ഇത് ഞങ്ങൾ പഴുപ്പിച്ച് തിന്നാറേ ഉള്ളൂ. ഈ 2 മാങ്ങയും പിന്നെ ഇത് ഞാൻ അച്ചാറൊക്കെ ഇടും, കടുമാങ്ങ ഇടും. ഈ നാട്ടുമാങ്ങ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ജ്യൂസി മാങ്ങയാണ്.